Chungat Jewelry Lightweight Goldന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. റൈറ്റ് കുപ്പായം ഇട്ടാൽ നിവിൻ പോളി ഉണ്ടാക്കുന്നോളം വളരെ വലുതാണ്. അങ്ങനെ ധ്യാൻ കഥ പറയുന്ന കേൾക്കാൻ ഭയങ്കര രസമാണ്. അല്ലെങ്കിൽ നയൻതാര എന്ന് പറയുന്ന വലിയ സൂപ്പർ സ്റ്റാറിനെയൊക്കെ 20-30 മിനിറ്റ് കഥ പറഞ്ഞിട്ട് ഓക്കെ പറയും. പുള്ളിക്കാരി എനിക്ക് പിന്നെ തിരക്കഥ പോലും ചോദിച്ചിട്ടില്ല. ഞാനായിട്ടൊരു ക്യാരക്ടറെ ഫീൽ ചെയ്യാനൊന്നും എന്നെ കൊണ്ട് നടക്കില്ല. അങ്ങനത്തെ നടന്മാരും ഉണ്ട് ലോകത്ത്. ഈ അടുത്ത് രജനി സാർ സ്റ്റേജിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞ്. ജഗതി ചേട്ടൻ്റെ ലാസ്റ്റ് ദിവസം, ഷൂട്ടിൻ്റെ ലാസ്റ്റ് ദിവസം അദ്ദേഹത്തിൻ്റെ കാല് തൊട്ടിനെ അനുഗ്രഹിച്ചിട്ട് നന്നായി വരുന്നു പറഞ്ഞു എല്ലാവരും. അദ്ദേഹം ഇങ്ങനെയും പറഞ്ഞു, ഞാൻ അങ്ങനെ എല്ലാവരോടും പറയത്തില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞാനിതങ്ങനെ എല്ലാവരോടും പറയില്ല എന്ന്. ആൻഡ് ഐ ബിലീവ് എൻ്റെ നാട്ടിലെ എൻ്റെ ഈ സീനിയേഴ്സ് വേൾഡ്സ് ബെസ്റ്റാന്നുള്ള വിശ്വാസം വെറുതെ അല്ല, എനിക്ക് ശരിക്കും ഉണ്ട്. റൈറ്റ് കുപ്പായം ഇട്ടാൽ നിവിൻ പോളി ഉണ്ടാക്കുന്നോളം വളരെ വലുതാണ്. അത് നിവിൻ പോളിക്ക് അറിയാം. ഡെഫിനറ്റ്ലി നിവിന് അത് നന്നായിട്ട് അറിയാം. പക്ഷേ ആ ഒരു ചിലപ്പോൾ ആ ഒരു ഹൈ അല്ലേ, ഒരാൾക്ക് ഇന്നോട്ട് ജിമ്മിൽ പോകാം, അല്ലെങ്കിൽ ഇന്നോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം, ഇന്നോട്ട് തിരക്കഥകൾ കുറെ കേട്ട് തുടങ്ങാം എന്നൊക്കെ ഉള്ളൊരു ഒരു ഫോഴ്സ് കിട്ടുക എന്നുള്ളതുണ്ടല്ലോ. ആ ഡയലോഗ് ഉണ്ടല്ലോ, അയാളെന്ന് എഴുതി, ഞാൻ കുറച്ച് ആഹാരം കഴിച്ചു പോയടാ എന്ന് പറഞ്ഞ്. അപ്പം ഇത് തിയേറ്ററിൽ കേട്ടപ്പോൾ ഒരു നമുക്കൊരു ആവേശം തോന്നിയത്, ഇവിടെ എന്റേതായ സ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന സ്ട്രെസ്സിനിടയിൽ അതിന്റെ പേരിൽ ഞാൻ തടിവെച്ച എന്നെ ബോഡി ഷേമിംഗ് ചെയ്യും. ബോഡി ഷേമിംഗ് ചെയ്യുന്ന പാർട്ടികളെ. എനിക്ക് അത് ഇഷ്ടപ്പെട്ടത് മറ്റേതാ, കുടിക്കാൻ പെപ്സിയും മറ്റേതും പറയും. എന്നിട്ട് വേറൊരു സാധനം പുള്ളി പറയും, ചേട്ടാ സ്ക്രിപ്റ്റ് എങ്കിൽ പോടെ. അതായത് സ്ക്രിപ്റ്റ് പോടെ ധ്യാനം നോക്കുമ്പോ ഞാൻ ഇങ്ങനെ ചുമക്കുമ്പോഴേ പൊട്ടി. എനിക്ക് അതൊക്കെ ഭയങ്കര ചിരി വന്നു. മറ്റേ ഡയലോഗിനേക്കാളും എനിക്ക് ഇങ്ങനത്തെ ഇതാണ്. പിന്നെ ബേസിലായിട്ടുള്ള സാധനങ്ങളും അതൊക്കെ നിവിൻ പോളി സ്റ്റൈൽസ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. ഇപ്പോൾ വടക്കൻ സെൽഫിലെ ഡേസി, തണുത്ത കാറ്റ് എന്നൊക്കെ പറയുന്നതും അത് പുള്ളിയുടെ ഏരിയ. അപ്പൊ ആ ഒരു സന്തോഷത്തിലാണ് ആക്ഷനില് മോര് നല്ല കാച്ചി ഓരോന്ന് പറഞ്ഞ് തള്ള സമ്മതിക്കൂല്ല എന്ന് പറയുന്നതും. അല്ല, വേറെ രസമുള്ളൊരു കഥ ഉണ്ടോ, നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഭയങ്കരമാണ്. അത് ഈ മലർവാടിയിലായാലും വടക്കൻ സെൽഫിയിലായാലും ഈവൻ ഡ്രൗ ആക്ഷനിലായാലും ആ തീവ്രത നമ്മൾ അത്രയും അനുഭവിച്ച ആൾക്കാരാണ്. അതിൻ്റെ ഒരു ഡിസാസ്റ്റർ ആണോ നമ്മുടെ ഈ സാറ്റർഡേ നൈറ്റ് എന്ന് പറയുന്നത്? അതാണ് ശ്രമിച്ചത്, പക്ഷെ ബാക്ക് ഫയർ ആയി. എനിക്ക് തോന്നുന്നു എഴുത്തോ അല്ലെങ്കിൽ എവിടെയാണ് അത് പോയെന്നറിയില്ല. അത് ഓർക്കാതിരിക്കാൻ ശ്രമിക്കാം. ഞാൻ ഓർക്കും, എലിക്കല്ലിൽ അടിച്ച് വന്ന തന്നെ ആ ക്യാരക്ടറിനാണ് അശ്വന്ത് ഗോക്ക്. അപ്പൊ പിന്നെ ഞാനത് ഇവരൊക്കെ നമ്മുടെ ചുറ്റും നമ്മൾ കണ്ണടച്ച് എങ്ങനെ ഇവരെ കാണുന്നില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ സിനിമയിലുള്ള സമയം ഓരോ റിവ്യൂവറിന്റെയും മുഖം എൻ്റെ മനസ്സിലുണ്ടാവും. ഞാൻ ഇവരെ ശ്രദ്ധിക്കുന്നില്ല എന്നതിൽ എനിക്ക് പറയാൻ പറ്റൂല. ഇവർ പറയുന്നത് ഞാൻ കേൾക്കും, ഞാൻ അതിനെ കാണുന്നത്, ഞാൻ അവർ പറയുന്നതിൽ പോയിന്റ് ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കും. അല്ലാതെ അത് ഞാൻ അവൻ കളിയാക്കിയെന്നോ അവര് ഇൻസൾട്ട് ചെയ്തെന്നോ ഒക്കെ എടുക്കാൻ നിൽക്കുന്നത് അത് എൻ്റെ തീരുമാനമായിട്ട് ഞാൻ വിടുന്നു. കാര്യത്തിൽ എല്ലാവർക്കും ഉള്ള ഒരു എതിരഭിപ്രായം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഗോഷ്ഠികൾ. ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ആ ഗോഷ്ഠിയെ കുറിച്ചാണ് അവരെല്ലാം മര്യാദയ്ക്ക് ഇന്റർവ്യൂ പിന്നെ നമ്മളതുകൊണ്ട് നമ്മളത് ബോധേഡാകുമ്പോഴില്ലേ നമ്മളത് ഏറ്റെടുത്തു എന്നാവുന്നത്. പക്ഷെ അവർ പറയുന്നതിൽ എനിക്ക് പേഴ്സണലി എനിക്ക് തിരുത്താനുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ തിരുത്തിയപ്പോൾ പ്രേക്ഷകരിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും അവരുടെ റെസ്പോൺസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം പറയാം. നാച്ചുറലി ഇപ്പോൾ ഈ സാറ്റർഡേ നൈറ്റിലെ ക്യാരക്ടറും അതേപോലത്തെ ഞാൻ ചില കാര്യങ്ങൾ ചില സിനിമകൾ ഇതേപോലെ ചെയ്തപ്പോൾ അവർ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് ഞാൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന റോളുകൾ മാറ്റം വരുത്തി. ഒരുപാട് റിപ്പീറ്റ് ചെയ്ത റോളുകൾ റിപ്പീറ്റായി ചെയ്ത വേഷങ്ങൾ ഒരേ അച്ചിലെന്ന് നമ്മൾ പറയുമല്ലോ, സെയിം ക്യാരക്ടർ അല്ലെങ്കിൽ ഒരേ അച്ചിൽ അത് ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ളതും പിന്നെ കഥയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇല്ലാത്ത കഥാപാത്രങ്ങളും ചിലതറിയാം നമുക്ക്. അത് ഏച്ച് കെട്ടിയ കഥാപാത്രം അതിനിപ്പോൾ അവിടെ അത് ആ ക്യാരക്ടർ നമുക്ക് വേണ്ടാന്ന് ഇപ്പൊ അവരോട് പറയാൻ പറ്റൂല. ആ ക്യാരക്ടർ നിങ്ങൾ കഥയിൽ നമ്മളില്ലാന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ഞാൻ ചെയ്തേക്കുന്നത് ഈ പ്രേക്ഷകരുടെ ഒരു റെസ്പോൺസ് ചെയ്യുന്നതാണ്. അജുവിന്റെ പ്രൊഫൈൽ പിക്ചർ ഇപ്പോഴും നെടുമുടി വേണിച്ചേട്ടനാണ്. അപ്പം വേണിച്ചേട്ടൻ്റെ വൈഫ് അടുത്തിടെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
അജു എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെയൊക്കെ പോയിട്ട് അനുഗ്രഹം വീട്ടിൽ ചെന്ന് അനുഗ്രഹം വാങ്ങിക്കാറായിരുന്നു. അദ്ദേഹമായിട്ടുള്ളൊരു ആത്മബന്ധമായിരുന്നു വേണുചേട്ടനുമായിട്ട്. ഞങ്ങളുടെ ആദ്യത്തെ സിനിമയിൽ ഞങ്ങളുടെ എൻ്റെ ഗുരുസ്ഥാനീയനായിട്ട് ഞാൻ കാണുന്നു. ഞങ്ങളുടെ കുമാരേട്ടൻ മലർവാടി എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ അതെ. അപ്പം അതുകൊണ്ട് തന്നെ അതിനുശേഷം എല്ലാ ജനുവരി 1-ാം തീയതി അദ്ദേഹത്തിനെ വിളിച്ചിട്ടാണ് ഞാൻ തുടങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെ അദ്ദേഹം ഇപ്പം ഇല്ല. അപ്പം നാച്ചുറലി പറ്റിയാൽ 1-ാം തീയതി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാമെന്ന് മാത്രം. അത് വേറൊന്നുമല്ല, അത് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം മലർവാടി ചെയ്യുന്ന സമയത്തും മായമോഹിനി ചെയ്ത സമയത്തും അത് കഴിഞ്ഞും പിന്നെ പരിചയം ആയി. അദ്ദേഹം ശ്രദ്ധിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരുന്നു ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ അവർ ഭയങ്കര ജാടായിരുന്നു വിചാരിക്കും. നമ്മളോടും കൂടെ വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഒരു ഇത്രയും പ്രായമുള്ള ഒരാൾ ഒരു 25 വയസ്സുകാരൻ 26 വയസ്സുകാരനോട് കുശലൻ ചോദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അവരുടെ മനസ്സിൻ്റെ വലുപ്പമാണ്. ആ ജനറേഷൻ ഈ ജനറേഷനിലോട്ട് ഇറങ്ങി വന്ന് അവരെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളത് അത് നമ്മുടെ സീനിയർ ആക്ടേഴ്സിനെല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പം സിദ്ദിഖേട്ടൻ, കുട്ടേട്ടൻ, ലാൽ സാർ, മോഹൻലാൽ സാർ ഇങ്ങോട്ട് അവരുടെ പൊസിഷനിൽ നിന്ന് മാറി നമ്മളിലോട്ട് ഇറങ്ങി വന്ന് നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഏലിയനേറ്റഡ് ഫീല് മാറും. നമ്മളെന്തോ വേറൊരു സ്ഥലത്താണല്ലോ വന്നേക്കുന്നത് എന്നുള്ളത് മാറും. അത് മോഹൻ സാറ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തോ ഞാൻ അദ്ദേഹത്തെ ആ ഗ്രേറ്റ് ആക്ടറിനെ എൻ്റെ ഒരു ബ്ലെസ്സിങ് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടൊന്ന് വിശ്വസിക്കണം. മലർവാടിയുടെ ഷൂട്ടിങ്ങിൻ്റെ ജഗതി ചേട്ടൻ്റെ ലാസ്റ്റ് ദിവസം, ഷൂട്ടിൻ്റെ ലാസ്റ്റ് ദിവസം അദ്ദേഹത്തിൻ്റെ കാല് തൊട്ടിനെ അനുഗ്രഹിച്ചിട്ട് നന്നായി വരുന്നു പറഞ്ഞു എല്ലാവരും. അദ്ദേഹം ഇങ്ങനെയും പറഞ്ഞു, അതിനെ ഓർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പാഞ്ഞാൾ കവലയിലെ ഒരു വീട്ടിൽ IPL കാണുന്നു, അദ്ദേഹം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അവിടെ വെച്ചിട്ട് ഞാൻ അങ്ങനെ എല്ലാവരോടും പറയത്തില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞാനിതങ്ങനെ എല്ലാവരോടും പറയില്ല എന്ന്. അത് അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്വസിദ്ധമായ ഒരു ശൈലിയിലാണ് പറഞ്ഞ്, ഞാൻ അനുകരിക്കുന്നില്ല, സ്നേഹത്തോടെ തന്നെ. ഒരു സർക്കാസം ഉണ്ടല്ലോ പ്രസംഗങ്ങളിൽ അദ്ദേഹം പറയും. ചേട്ടൻ അറിയാം അത്ഭുതപ്പെടുത്തിയ കാര്യം ഇതാണ്. ഇപ്പം നമുക്ക് ആ സ്നേഹം ഉണ്ടാവും, അവിടെ വെച്ച് കഴിഞ്ഞു, അത് മരണത്തോടുകൂടി മറക്കുന്നതാണ് പലരും. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷം അവിടെ പോയി ഒരു 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 എന്താണ് ഒരു നന്ദിയോടെ സ്മരിക്കുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ. അതിൻ്റെ തന്മ തീർച്ചയായിട്ടും അജുനുണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വാസം. അതെല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യങ്ങളല്ല. നമ്മുടെ ഗുരുക്കന്മാരെ സ്മരിക്കാൻ, അവിടെയൊക്കെ പോയി എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാനോ കഴിയുന്നൊരു നന്മയുണ്ട്. അത് എനിക്കൊരു കോൺഫിഡൻസ് ആണ്. ആ വർഷം അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അമ്പിളിച്ചേട്ടനും അതെ അല്ലേ. പക്ഷേ ഇന്ന് അദ്ദേഹം ആരോഗ്യവാനായിട്ട് ഇരുന്നിരുന്നെങ്കിൽ ഇന്നും അജുവിനോടൊപ്പമൊക്കെ അജുവിൻ്റെ അച്ഛനായിട്ടോ അപ്പൂപ്പനായിട്ടോ ഒന്നല്ലെങ്കിൽ സുഹൃത്തായിട്ടോ ഒക്കെ അഭിനയിച്ചേനെ. അയ്യോ, അത് മിസ്സാവുന്നുണ്ടല്ലേ? ഓഫ് കോഴ്സ്. കാര്യം ഞാൻ കുഞ്ഞിരാമായണവും അല്ലെങ്കിൽ അങ്ങനത്തെ പല സിനിമകളിലും ഞാൻ ബേസിലിനോട് എൻ്റെ മിന്നൽ മുരളി വരെ വരുമ്പോൾ ഇപ്പം ഇന്നലെ ഞാൻ ഡബ് ചെയ്തൊരു ഞാൻ അങ്ങോട്ട് തന്നെ ചോദിക്കാറുണ്ട്. ഒരു സ്ഥലത്ത് ഒരു ട്രിബ്യൂട്ട് ആ രീതിക്ക് പറഞ്ഞോട്ടെ, ഛേദമില്ലാത്ത സ്ഥലങ്ങൾ, ക്യാരക്ടറിൻ്റെ ഇൻഡെപ്തിൽ ഒരു ഡയലോഗിലൊന്നും ആയിരിക്കില്ല, ഒരു ഓർമ്മയ്ക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഹൗസ് വാമിങ് കഴിഞ്ഞ് ഹോളണ്ടിൽ പോകണം. ഹൗസ് വാമിങ് ഹോളണ്ടിൽ പോയാലോ. അപ്പോൾ അത് ഒരു സുഖമാണ് എനിക്ക്. ഇപ്പം ഇന്നസെൻ്റ് എൻ്റെ ചില കാര്യങ്ങൾ, കാര്യം നമ്മൾ ചെറുപ്പത്തിൽ ഏറ്റവും ചെറുപ്പം വിടൂ കോളേജ് ഇന്നും നമ്മൾ ഇങ്ങനെ ഇപ്പം ഉണ്ണിയമ്മേ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇന്നസെൻ്റായിട്ട് പുറത്ത് വന്നിട്ട് ഈ നന്ദനത്തിൽ ഇന്നസെൻ്റായിട്ടിന് ഓടുന്ന ഒരു പേടിച്ചിട്ട് കുമ്പിടി അറിഞ്ഞിട്ട് പറയാൻ ഓടുമ്പോൾ നേരത്തെ വന്നപ്പോൾ ഈ മതിലില്ലാണ്ടല്ല, ഇത് എപ്പോഴും മതിൽ വന്നേന്നൊക്കെ പറഞ്ഞിട്ട് പട്ടി നിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടാ, മുണ്ടൂരിപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓടുക ഒരു മതില. ഇത് നമുക്ക് ഫില്ലിംഗ് ആയിട്ട് തോന്നുന്നില്ല, ഇത് ഏച്ചു കെട്ടിയ ഡയലോഗായിട്ട് തോന്നുന്നില്ല. എന്തുകൊണ്ടാ? ആ ക്യാരക്ടർ ആ സറൗണ്ടിങ്സിനെയും കൂടെ ഉൾപ്പെടുത്തി ആ സാഹചര്യത്തിൽ പറയുക. സോ ഇറ്റ് ഈസ് ചുമ്മാ ഡയലോഗ് കൗണ്ടർ ഫില്ലിംഗ് അല്ല. ഇവരൊക്കെ അങ്ങനെ ചെയ്തു. അത് ഏത് ടെക്നോളജി ഒന്നും ഇത്രയും ഇല്ലാത്ത സമയം. സോ അതുകൊണ്ടാണ് ഇന്ത്യൻ സിനിമ മലയാളം സിനിമയിലെ ഈ നടന്മാരും ടെക്നീഷ്യൻസിനെയും ഇന്നത്തെയും പക്ഷെ ഞാൻ കുറച്ചും കൂടി നമ്മളൊക്കെ അന്നത്തെ അവരെ നോക്കി റെസ്പെക്ട് ചെയ്യുന്നു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഈ മതിൽ ചാടിയിട്ടുള്ള വന്നത് ഇപ്പൊ ഇതിന് പൊക്കം കൂടിയാ എന്റെ ഈശ്വര. അജുവിന്റെ ചില ഇളകിയാട്ടങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഞാൻ എടുക്കാറുണ്ട്. അല്ലാതെ എനിക്ക് എവിടെ നിന്ന് എടുക്കാൻ പറ്റും? എനിക്ക് ഇംഗ്ലീഷ് പടം കണ്ട ആരും അറിയില്ല. ആൻഡ് ഐ ബിലീവ് എൻ്റെ നാട്ടിലെ എൻ്റെ ഈ സീനിയേഴ്സ്
വേൾഡ്സ് ബെസ്റ്റാന്നുള്ള വിശ്വാസം വെറുതെ അല്ല, എനിക്ക് ശരിക്കും ഉണ്ട്. അത് ലോകം പറഞ്ഞ് നമുക്കറിയാമല്ലോ. അദ്ദേഹത്തെയും ഉർവശി ചേച്ചിയും ഇന്നസെന്റ് ഏട്ടനെയും ഇടയ്ക്ക് എല്ലാ പേരുകൾ പറയുന്നില്ല, എല്ലാവരും വരും. എല്ലാവരും കാര്യം പെർഫോമൻസ് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കങ്ങനെ ഒരു അഭിനേതാവിന്റെ ആക്ടിങ് മെറ്റൽ കാണിക്കുന്ന അതൊരു അത്ഭുതമാണല്ലോ ഷാജു. കാരണം അറിയാം, നമ്മൾ സാധാരണ പറയാം, നമ്മളിപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചവർ പറയും ഞാൻ വലിയ ഉദാത്തമായ അഭിനയത്തിൻ്റെ ആൾക്കാരാണെന്ന് പറയുന്ന ആൾക്കാരാണ്. പക്ഷേ അജു എപ്പോഴും അജുവിൻ്റെ പരിമിതികളെക്കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്, തുറന്നു പറയാറുണ്ട്. അയ്യോ എനിക്ക് അങ്ങനെ ഒരു ഹെവി ആയിട്ടുള്ളൊരു പറ്റില്ല, ഞാൻ മുടിയൊക്കെ മുട്ടയടിച്ചതിനകത്ത് തലയെ വിഗൊക്കെ വെച്ച് മീശയിനകത്ത് കട്ട് ചെയ്തിട്ടൊക്കെ എൻ്റെ മുഖം വരിഞ്ഞ് മുറുക്കിയൊക്കെ ഞാൻ അഭിനയം പഠിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്ന പല രീതികളിലൊക്കെ എൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ വരാറുണ്ട്. ഈ പരിമിതികളെക്കുറിച്ച് പറയുമ്പോൾ ഇത് തനിക്ക് നമുക്ക് ഡാമേജ് ആകുമെന്നൊരു തോന്നൽ ഉണ്ടായിട്ടേ ഇല്ല അല്ലേ? ഇല്ല, ഡയറക്ടേഴ്സിന് കുറച്ചും കൂടി ഈസി ആയിരിക്കും പണിയെടുപ്പിക്കാൻ. അങ്ങോട്ട് പോകണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ചേട്ടാ പണി നടക്കണം. അപ്പം ഇവർക്കും കൂടെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് അതിൽ നിന്ന് നമുക്ക് ഒരു വഴി ചിലപ്പോൾ അവർ ഒരുക്കി തരും. നമുക്കവിടെ എത്തണം, നമുക്കറിയില്ല, നിങ്ങൾക്ക് ഏതെങ്കിലും വഴി അറിയുമോ എന്നാൽ ഞാനും കൂടെ ഉണ്ട്. വാനപ്രസത്തിൽ നമുക്ക് ലാലേട്ടനൊക്കെ ചെയ്ത വല്ല വേഷം തന്നാൽ പെട്ടുപോകല്ലോ. അങ്ങനത്തെ ഒന്നും പിടിക്കില്ല. നമുക്ക് മറ്റേ പടത്തിൽ പറഞ്ഞ പോലെ മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലേ രാജപ്പ എന്ന് പറയുന്ന പോലെ, നമുക്ക് പറ്റുന്ന ഒരു ലിമിറ്റിൽ അത് പിടിക്കാം. ഇത് വന്നാലും വേണ്ടെന്ന് പറയും. പിന്നെ അതൊക്കെ അങ്ങനെ വരില്ല ചേട്ടാ. അതാ യോഗം, പ്രകൃതിക്കറിയാം അത് ആർക്ക് ആരുടെ അടുത്ത് പോകണം എന്നൊക്കെ. അങ്ങനെ ഇത് പറഞ്ഞ് എസ്കേപ്പ് ചെയ്യണ്ട അജു. ഇപ്പോൾ ഒരു നമ്മൾ സാധാരണ ഒരു നായകൻ്റെ കൂടെ കൂടെ ഇടന്ന് നിൽക്കുന്ന ഒരാൾ കുറച്ചൊരു ഘട്ടം ആൾക്കാർ ചെടുപ്പ് വരും. എല്ലാ കാലത്തും അതെ, ചെടുപ്പ് വന്നാൽ അവർ മാറും, പുതിയ ആൾക്കാർ വരും. പക്ഷേ ഈ 14 വർഷം എന്ന് പറയുന്നത് ഒരു നല്ല കാലമാണ്. ആ കാലമായിട്ടും അജുവിനെ ആർക്കും അതിനൊരു അനിഷ്ടമോ ചെടുപ്പ് ചെടുപ്പെന്ന് തന്നെയാണ് പറയാം, നല്ല വാക്കതാന്ന് തോന്നിയിട്ടില്ല. അതിനർത്ഥം ഈ പറഞ്ഞ മോശാഭിനേതാവല്ല. നമ്മൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഡെഫിനറ്റ്ലി. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ സ്ഥാനാർത്ഥിയോട്ട് പറയുന്ന പോലെ ഇപ്പം നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് പോയി മോണിറ്റർ കാണാം, നമുക്ക് സ്പോട്ട് എഡിറ്റിൽ അപ്പോൾ കട്ട് ചെയ്ത് അവർ കാണിക്കും, ഉച്ചയ്ക്ക് കാണിക്കുമ്പോൾ ഡയറക്ടറോട് റിക്വസ്റ്റ് ചെയ്യാം, ആ റിയാക്ഷനോ ആ ഡയലോഗ് പ്രസൻറ്റേഷനോ ഒന്നുകൂടെ മാറ്റിയെടുക്കാം. ഫിലിം പോകുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ പ്രിവിലേജസ് ഒക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം എഡിറ്ററോട് ഇത് പറയാം, ആ റിയാക്ഷൻ കൊള്ളില്ലെങ്കിൽ അതങ്ങ് ഒഴിവാക്കിയിട്ട് മറ്റേ പുള്ളിയുടെ മുഖത്ത് ഫുൾ വെച്ച് തന്നൂടെ ഡയറക്ടറോട് ചോദിക്കാറുണ്ട്. ഇന്ന് കുറച്ചുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസി ആയുള്ള പിള്ളേരാണല്ലോ ഡയറക്ടേഴ്സ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു ഏജ് തൊട്ട് അവരങ്ങനെ വന്നല്ലോ. അപ്പോൾ ഇവരോടൊക്കെ കേടാ, ഇപ്പം മിഥുനോടാണെങ്കിലും ബേസിനോടാണെങ്കിലും വിനീതിനോടാണെങ്കിലും എനിക്കത് റിക്വസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും നമുക്ക് പതിഞ്ഞത് വേണ്ടെങ്കിൽ ഒഴിവാക്കി തരാൻ ചോദിക്കാമല്ലോ. അപ്പോൾ പ്രേക്ഷകർ കാണുന്നില്ലല്ലോ. സ്വന്തമായിട്ടൊരു ക്യാരക്ടറിനെ ഷോൾഡർ ചെയ്തൊരു സിനിമയുണ്ട് നായകനായിട്ട്, കമല എന്ന് പറയുന്ന സിനിമ. ആ സിനിമ എന്നൊരു പാഠം എന്താണ്? ശരി, നല്ല സ്കൂളാണ് രഞ്ജിത്തേട്ടൻ. ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത ഡയറക്ടർ 8 സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. രഞ്ജിത്തേട്ടൻ്റെ ഡയലോഗ്സിൽ എനിക്ക് ഏറ്റവും പ്ലസ് തോന്നുന്ന കാര്യം, ഞാൻ ഡയലോഗ്സ് അങ്ങനെ പല പാഠം പഠിക്കുന്ന എളുപ്പത്തിൽ കിട്ടുന്ന ഒരാളല്ല. രഞ്ജിത്തേട്ടൻ്റെ ഡയലോഗ്സ് എനിക്ക് വളരെ എളുപ്പത്തിൽ കിട്ടാറുണ്ട്. അതെനിക്ക് ഉള്ളിൽ അതെന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ആ എൻ്റെ ഫ്രീക്വൻസിക്ക് മാച്ച് ആവുന്ന രീതിയിൽ അദ്ദേഹത്തിന് എഴുത്ത് പറ്റുന്നു. കമല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ആദ്യമായി എന്നെ മാറ്റി ചെയ്യിപ്പിച്ച വ്യക്തി, കോമഡിയിൽ നിന്ന് മാറ്റി ചെയ്യിപ്പിച്ചത് അദ്ദേഹമാണ്, സുധി വാൽമീകം. അപ്പം നാച്ചുറലി എന്നിൽ വേറൊരു കാര്യം എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ധൈര്യം കാണിച്ച ഒരു പ്രമുഖ സംവിധായകൻ രഞ്ജിത്ത് സാറാണ്. ഒരിക്കലും ഒരു നായകൻ്റെ ഒരു ബലം എടുത്തിട്ടും അതൊരു ഇതിൽ ഭാരം വഹിക്കേണ്ടി വന്നൊരു തോന്നലുണ്ടായില്ല സിനിമ? ഇല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഫീൽ അവിടെ എടുത്തില്ല. രഞ്ജിത്തേട്ടൻ്റെ സിനിമയാണല്ലോ. നമ്മളന്ന് അവിടെ കണ്ടപ്പോഴും ഞാൻ എൻ്റെത് ചെയ്യുക, എൻ്റെത് പോവുക, ഞാൻ അത് ഇടപെടാറുള്ളൂ. എനിക്ക് ടോട്ടൽ ഉത്തരവാദിത്തം ഞാൻ പറഞ്ഞില്ലേ, അത് ഡയറക്ടറിൻ്റെ ജോലിയാണ്. എന്നാൽ പിന്നെ ഞാൻ അത് ചെയ്തുകൂടെ? എൻ്റെ ആക്ഷനും കട്ടിൻ്റെ ഇടയ്ക്ക് ആ സീനിൽ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഡബ്ബിങ്, ഒരു പരിധി വരെ എൻ്റെ സിനിമയുടെ മാർക്കറ്റിംഗ് അവിടെ കഴിഞ്ഞു. അജുവിൻ്റെ മികച്ച 2 പോലീസ് വേഷങ്ങൾ അതിനോട് ചോദിച്ചാൽ ആ ഹെലനിലെ കഥാപാത്രമാണെന്ന് പറയും, കുറച്ച് നെഗറ്റീവ് ഉള്ളൊരു കഥാപാത്രം. ഒപ്പം തന്നെ ഒരു വെബ് സീരീസ് ഉണ്ട്, കേരള ഫയൽസ് എന്ന് പറയുന്നത്. അത് രണ്ടും വളരെ രസകരമായ, ഈ അജുവിൻ്റെ വ്യത്യസ്തമായ ഒരു റേഞ്ച് പരീക്ഷിച്ച അതിൻ്റെ സ്പെക്ട്രത്തിൽ കിട്ടിയ 2 കഥാപാത്രങ്ങളാണ്. ഈ 2 കഥാപാത്രങ്ങൾ അജുവിനെ സംബന്ധിച്ചുള്ള വ്യക്തിപരമായി മനസ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രങ്ങളാണോ? തീർച്ചയായിട്ടും. ഇതിനൊരു മാറ്റം നേരത്തെ പറഞ്ഞ രഞ്ജിത്തേട്ടൻ തന്നാലും അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല അധികം. ഒരു ശ്രദ്ധിക്കപ്പെടുന്ന മാറ്റം അങ്ങനെ തന്നത്
എഗെയിൻ നോബിളും വിനീതും കൂടെ ഹെലനിൽ. അവിടുന്നായിരിക്കാം അഹമ്മദിന് അങ്ങനെ ഒരു ധൈര്യം വരാനും കേരള ക്രൈം ഫയൽസിലോട്ട് എത്തിച്ചത്. കേരള ക്രൈം ഫയൽസിന് മുന്നെയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ, തൊട്ട് മുന്നേ ആ ഷൂട്ട്. ഇത് ഈ മാസമാണ്, അടുത്തല്ലേ കഴിഞ്ഞ മാസം. പക്ഷെ അഹമ്മദ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. വിനീതിനെയൊക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്തു വർക്കിംഗ് പാറ്റേൺ. കിട്ടുന്നവരെ എടുക്കും, നമ്മുടെ കയ്യിൽ നിന്ന് ഊറ്റിയെടുക്കും, കിട്ടുന്നവരെ പോയിക്കൊണ്ടിരിക്കും. അതിലൊന്നും പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇറിറ്റേറ്റഡ് ആവായിരുന്നാൽ മതി, പുള്ളി അത് എടുത്തോളൂ, നിന്നും എടുത്താൽ മതി. അത് വളരെ ഫെയർ ആയിരുന്നു. ആ പ്രോസസ്സ് ഇഷ്ടമായി എന്ന് പറയും. ഞാനായിട്ടൊരു ക്യാരക്ടറെ ഫീൽ ചെയ്യാനൊന്നും എന്നെ കൊണ്ട് നടക്കില്ല. അങ്ങനത്തെ നടന്മാരും ഉണ്ട് ലോകത്ത്. ഈ അടുത്ത് രജനി സാറ് സ്റ്റേജിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞ് അദ്ദേഹവും അങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ച് എല്ലാവരും ഫീൽ ചെയ്തിട്ടാണല്ലേ. അപ്പം അങ്ങനെ ഒരു വലിയ വിഭാഗം അദ്ദേഹം ഞങ്ങളുടെ തലവനായിട്ടുണ്ട്. ആ റിലീജിയനിലെ ഫോളോവേഴ്സാണ് ഞാൻ. അപ്പം ചിലർ ഫീൽ ചെയ്യുന്നവരുണ്ട്. ഇപ്പം ഞാൻ എത്ര പേര് എൻ്റെ കൂട്ടുകാരിൽ പറയണേ കെട്ടിയോളൻ്റെ മാലാക ഐ ആം ഷുവർ ആസിഫ് അലി സ്ലീവാച്ചനായിട്ട് വിശ്വസിച്ചിട്ടുണ്ടാവും. എനിക്കിന്ന് വരെ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ സംവിധായകന് വിട്ടുകൊടുക്കുകയാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും അത് ചെയ്യിപ്പിച്ചിട്ട് അത് വിശ്വസിപ്പിക്കുന്ന രീതിയിൽ എത്തിക്കുക. ഈ നേരത്തെ പറഞ്ഞു തിരക്കഥ വായിക്കാറില്ല, തിരക്കഥകൾ വായിക്കാറ് എൻ്റെ കഥാപാത്രങ്ങളെ കുറിച്ച് അറ്റ്ലീസ്റ്റ് അറിയുള്ളൂ. ഇങ്ങനെ ഇടയ്ക്ക് എവിടെയോ പറഞ്ഞു കേട്ടത് തിരക്കഥ ഉറക്കം വരുമെന്ന് വരെ കേൾക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാൻ എല്ലാം കേട്ടു കേട്ടോ. പൈസ പോകുന്നുണ്ടാണോ? പൈസ എവിടേക്ക് ഇടണം എന്ന് അറിയണമല്ലോ. അങ്ങനെ ധ്യാൻ കഥ പറയുന്ന കേൾക്കാൻ അറിയാമല്ലോ എല്ലാവർക്കും. അവൻ്റെ ഇന്റർവ്യൂ ഇപ്പോഴല്ലേ കേട്ടു തുടങ്ങി. അന്നോട്ട് ഞാൻ ഈ കഥ ഭയങ്കര രസമാണ്. അല്ലെങ്കിൽ നയൻതാര എന്ന് പറയുന്ന വലിയ സൂപ്പർ സ്റ്റാറിനെയൊക്കെ 20-30 മിനിറ്റ് കഥ പറഞ്ഞിട്ട് ഓക്കെ പറയും. പുള്ളിക്കാരി എനിക്ക് പിന്നെ തിരക്കഥ പോലും ചോദിച്ചിട്ടില്ല. എന്തോ കഥ പറഞ്ഞ് ഡേറ്റ് വായിച്ചിട്ട് വന്നേക്കുക. സ്വന്തം ജീവിതകഥയൊക്കെ ആയിരിക്കും ഇപ്പൊ നമ്മളെ കേൾക്കുന്നത്. അപ്പൊ അതൊന്നും അല്ലേ ശരിക്കും സിനിമയിൽ വന്നത്? ഇല്ല, സിനിമയുടെ ഫസ്റ്റ് ഹാഫേ ഉള്ളു ആദ്യം പറഞ്ഞത്. സെക്കൻഡ് ഹാഫ് പുള്ളിക്ക് പലതവണ പുള്ളിന്റെ കഥ പറഞ്ഞ് പുള്ളിക്ക് ബോറടിച്ചു. അപ്പൊ പുള്ളി അത് വേണ്ടാന്ന് വെച്ചു. ഇതൊന്നും എഴുതി വെക്കൂല, പിന്നെ എഴുതിലൂടെ. അപ്പൊ നല്ലത് കുറേ പോയി. വിനീതൊക്കെ ആദ്യം കേട്ട ഡ്രാഫ്റ്റ് സെക്കൻഡ് ഹാഫ് ഇപ്പോൾ ഉള്ളതിനേക്കാളും ശരിയുണ്ട്. പുള്ളിക്ക് ബോറടിച്ചു. ഒരാൾക്ക് തന്നെ 10-20 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പം ഇതിപ്പോ ബോറായല്ലോ തോന്നിക്കാണും. പിന്നെ മറന്നു പോകും പുള്ളി. അത് ഞാൻ ഫുള്ളിരുന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതല്ല ആ കഥ. പിന്നെ ഷൂട്ട് ബുദ്ധിമുട്ടായിരുന്നു, ഡേറ്റ്സ് ഒക്കെ. അതുകൊണ്ട് കേട്ടോ, രണ്ടുപേരെയും കിട്ടണമല്ലോ ഈ സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ. പിന്നെ സാജൻ ബേക്കർ ഞാൻ കഥ കേട്ടു. കഥ കേൾക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കഥ പ്രകാശം ഞാൻ കേട്ടില്ല. അത് ധ്യാന എക്സിക്യൂട്ട് ചെയ്തത്. പക്ഷേ ആ കമ്പനിയിൽ ഒരാളും കേട്ടിട്ടുണ്ടല്ലോ. അത് കേൾക്കണം. പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഹീറോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ അറിഞ്ഞിരുന്നാൽ നല്ലത്. പക്ഷെ ഒരാളുടെ തീരുമാനം. ജീവിതത്തിൽ ഒരിക്കലും സംവിധായകനാവില്ല. എനിക്ക് താല്പര്യം പോയി. കാര്യം ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതിനേക്കാളും ചേട്ടാ പ്രൊഡക്ഷൻ ഞാൻ നിർത്തി. ബിക്കോസ് പ്രൊഡക്ഷൻ നിർത്തി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു 3 പ്രാവശ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു വളരെ ചുരുങ്ങിയ കമ്പനികളിൽ പറഞ്ഞേ ഉള്ളൂ ആദ്യത്തെ പടം തന്നെ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തേക്കുന്നത്. അതിലൊരെണ്ണം ഫാന്റാസ്റ്റിക് ആണ്. ഞാൻ ഈ F ഡോട്ട് ഇട്ടത് അതാ, ഇതുവരെ ഞാൻ നിർത്തുകയാണ്. പക്ഷെ പിന്നെ 2 കൂടെ ചെയ്തതാ. ഹെലൻ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു, ഗൗതമന്റെ രഥം ചെയ്തു, ഇപ്പം ഫിലിപ്സ് ചെയ്തു, പിന്നെ നമ്മുടെ പടങ്ങളും ചെയ്തു. ആ ജോലി ചെയ്യാൻ എനിക്ക് മനസ്സിലായി. ഇപ്പൊ കുക്കിംഗ് ചെയ്യാൻ ചിലർക്കറിയാം, പക്ഷെ കുക്കിംഗ് ഇഷ്ടമല്ല, ചെയ്യാനറിയാം. പക്ഷെ അഭിനയം അങ്ങനല്ല. നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാലും, ഭക്ഷണം ഇല്ലാന്ന് പറഞ്ഞാലും, മഴ നനഞ്ഞാലും, ഓടാൻ പറഞ്ഞാലും, ചാടാൻ പറഞ്ഞാലും, ഇച്ചിരിയൊക്കെ നമ്മൾ പിണങ്ങിയാലും അല്ലെങ്കിൽ പരിഭവം കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ചെയ്യാൻ ഇഷ്ടമാണ്. ഇത് നമുക്ക് പരിഭവവും പിണക്കവും ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ട്, ഇഷ്ടമല്ല. അതുകൊണ്ട് ഇനി സിനിമ ചെയ്യില്ല, പ്രൊഡ്യൂസ് ചെയ്യില്ല. എനിക്ക് താല്പര്യമില്ല ഇപ്പൊ. എപ്പോഴെങ്കിലും വരുമായിരിക്കും. മുന്നോട്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നുണ്ട്. വന്നാലും അത് പുതിയൊരു കാര്യമല്ല. പക്ഷെ എനിക്ക് ഞാനായിട്ട് ആ തീരുമാനത്തിലേക്ക് എത്താൻ ഇല്ല. ഞാൻ അതിലും 5 സീനുള്ള വേഷം ചെയ്യാൻ അതിലും സന്തോഷം ഞാൻ കാണുന്നുണ്ട്.